വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫിദസ് എറ്റ് റാറ്റ്സിയോ എന്ന ചാക്രിക ലേഖനം ആരംഭിക്കുന്നത് ഈ വരികളോടെയാണ്. മനുഷ്യാത്മാവ് സത്യത്തിന്റെ ധ്യാനത്തിലേക്ക് ഉയർന്നു പറക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ചിറകുകളാണ് വിശ്വാസവും യുക്തിയും. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സഭ ശാസ്ത്രചിന്തയുടെയും വിജ്ഞാനത്തിന്റെയും ഒരു കേന്ദ്രമായിരുന്നു. പുരോഹിതരും സന്യസ്തരും വിശ്വാസികളായ സാധാരണ ജനങ്ങളും ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. ഈ പാരമ്പര്യത്തിന്റെ സമകാലീന ഉദാഹരണമാണ് സിസ്റ്റർ ദീപ്തി മരിയ. ചങ്ങനാശ്ശേരി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് സിസ്റ്റർ. ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പരിസ്ഥിതി പ്രതിസന്ധികളിലൊന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണം. ഈ വിപത്തിനെ ക്രിയാത്മകമായി നേരിടാനുള്ള ഉപായമാണ് റോബോട്ടിക് ഫിഷ് മാതൃകയിലൂടെ സിസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. നമസ്കാരം, ഞാൻ സിസ്റ്റർ ദീപ്തി മരിയ, ചങ്ങനാശ്ശേരി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലെ ബയോളജി അധ്യാപികയാണ്. ഞാൻ FCC കോൺഗ്രിഗേഷനിൽപ്പെട്ട ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ ചങ്ങനാശ്ശേരി റീജിയനിലുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരം എൻ്റെ സ്കൂൾ ആലപ്പുഴയായിരുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ, ഞാൻ ബോട്ടിലൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ ജലാശയങ്ങളിൽ നിറയെ പ്ലാസ്റ്റിക് കണ്ട് മനം നൊന്താണ് സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു റിസർച്ച് ഈ ഏരിയയിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് തന്നെ കാരണമായത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ലൊക്കാലിറ്റി ആയിട്ട് പഠനത്തിന് വേണ്ടി ഞാൻ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ തിരഞ്ഞെടുക്കുന്നത്. ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡിൻ്റെ വശത്തായിട്ടുള്ള ഒരു കനാലാണ്. അതിൻ്റെ ഇരുവശങ്ങളുമായിട്ട് ധാരാളം ആളുകൾ തെങ്ങി പാർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം വേസ്റ്റ് ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റുകൾ മനക്കച്ചിറ എന്ന ഭാഗത്ത് വന്ന് അതികഠിനമായിട്ട് ഡംപ് ചെയ്ത് വളരെ ബൃഹത്തായ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അതാണ് എൻ്റെ ഞാൻ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സിസ്റ്ററിന്റെ ഗവേഷണ റിപ്പോർട്ട് കേരള സംസ്ഥാന ശാസ്ത്രമേളയിൽ 3ാം സ്ഥാനവും ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ പ്രത്യേക ജൂറി അവാർഡും കരസ്ഥമാക്കി. AC കനാലിലെ മലിനീകരണത്തിന്റെ ഭയാനകമായ അവസ്ഥ ചൂണ്ടിക്കാട്ടുന്ന ഈ പഠനം അടിയന്തരമായ ഔദ്യോഗിക നടപടികളുടെ ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടുന്നു. സെൻസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ റോബോട്ടിക് ഫിഷ് കനാലിലെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാൻ പ്രാപ്തമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. പക്ഷേ മൈക്രോ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക്സ് എന്ന വാക്കുകൾ ഒരുപക്ഷെ പൊതുജനത്തിന് പുതുമയുള്ളതാകാം. നമ്മൾ വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക് വസ്തുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. 2000-ന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെ നമ്മൾ ഇന്ന് വലിയൊരു വിപത്തായിട്ട് മാറാനിടയായത് 2000-ന് ശേഷമാണ്. അതിൽ തന്നെ ഓരോ വർഷവും പ്രതിവർഷം 430 മില്യൺ ടൺ പ്ലാസ്റ്റിക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 50% സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കാണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. അതിൽ 9% മാത്രമേ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഇതിൻ്റെ ഭീകരത എത്രമാത്രമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ പല കൂടുകളാകാം, അല്ലെങ്കിൽ മറ്റ് കുപ്പികളാകാം. ഇതൊക്കെയും പല ഷേപ്പിലും പല ആകൃതിയിലും പല വർണ്ണങ്ങളിലുമൊക്കെ നമുക്ക് ആകർഷകമായ രീതിയിൽ നമ്മുടെ മുൻപിൽ എത്തുമ്പോൾ അതിനെയൊക്കെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി 16,000-ലധികം കെമിക്കൽ സബ്സ്റ്റൻസസ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ 4,200-ലധികവും നമ്മുടെ ശരീരത്തിനും പരിസ്ഥിതിക്കും ഏറെ ഹാനികരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇത് മണ്ണിലും ജലത്തിലുമൊക്കെ അലിഞ്ഞു ചേർന്ന ജലജീവികൾക്കും മണ്ണിൻ്റെയും ജലത്തിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥയ്ക്കും അതുവഴിയായിട്ട് മനുഷ്യ ശരീരത്തിനും ഏറെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്നത് കുടിവെള്ളം, നമ്മുടെ കിണറ്റിലെ വെള്ളം. ആ കുടിവെള്ളത്തിലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടറിലും നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിൽ വാട്ടറിലും ഒക്കെയും മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് എവിടെ എന്തെടുത്ത് പരിശോധിച്ചാലും വായുവിലുണ്ട്, മണ്ണിലുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലുണ്ട്, നമ്മൾ കുടിക്കുന്ന ജലത്തിലുണ്ട്, എവിടെ ഇനി ഈവൻ നമ്മുടെ ശരീരത്തിലുമുണ്ട്. നമ്മുടെ ശരീരത്തിലെ പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ പ്ലാസൻ്റയിൽ, ബ്ലഡിൽ, കിഡ്നിയിൽ, ലങ്സിൽ, നമ്മുടെ ബ്രെയിനിൽ, ഇവിടെ ഓരോ കോശത്തിൽ വരെയും ഇന്ന് മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക്കയിൽ പോലും ഐസ് ക്യൂബ്സിലും ഐസ് കോർണേഴ്സിലും അവിടെയും പ്ലാസ്റ്റിക്സിൻ്റെ സാന്നിധ്യം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വിപത്താണ്. ഇനി നമ്മളൊക്കെ നമ്മുടെ ജനറേഷന് ഒരു പരിധിവരെയെങ്കിലും കുഞ്ഞുനാളിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ ശുദ്ധമായ ഒരു പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ നമുക്ക് ലഭ്യമായെങ്കിലും ഇന്ന് നമ്മുടെ ഒരു അടുത്ത് വരുന്ന തലമുറയ്ക്ക് ഈ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു സാഹചര്യം അനുഭവവേദ്യമാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിട്ട് മാത്രം മാറിയിരിക്കുകയാണ്. ഈ ചിന്തയുടെ ആത്മീയ വേരുകൾ ഊന്നിയിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്കാണ്. ലൗദാത്തോ സിഞ്ഞോറെ, എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി.
സൂര്യനെ സഹോദരനായി, ചന്ദ്രനെ സഹോദരിയായി, ഭൂമിയെ അമ്മയായി കണ്ട ഒരു വിശുദ്ധൻ. ഈ ഫ്രാൻസിസ്കൻ ആത്മീയതയാണ് സിസ്റ്റർ ദീപ്തി മരിയെ നയിക്കുന്നത്. ആഗോളതലത്തിൽ കത്തോലിക്ക സഭ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രയത്നങ്ങളെയും മാർഗങ്ങളെയും അത് ഞാനും ചേർത്ത് വെക്കുകയാണ്. ഒരു സന്യാസിനി എന്ന നിലയിൽ അത് എൻ്റെയും കൂടി ബാധ്യതയായിട്ട്, എന്തെങ്കിലും ഉത്തരവാദിത്വമായിട്ട് ഞാൻ അതിനെ കാണുകയും ഇത്തരത്തിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള അടുത്ത തലമുറയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വിഷയം തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് പരിസ്ഥിതിയോടുള്ള സഭയുടെ ഒരു കാഴ്ചപ്പാടും എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു ഐഡിയ മാത്രമാണ് ഞാൻ ഒരു പുതിയൊരു ഐഡിയ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റോബോട്ടിക് ഫിഷ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഡ്രഡ്ജിങ്ങും അതുപോലെ തന്നെ സ്കിമ്മറുകളും നെറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഫിൽട്രേഷൻ മെത്തേഡ്സ് ആണ്. പിന്നെ കുറേയേറെ റിസർച്ചുകൾ ഇപ്പോൾ നടക്കുന്നത് ബയോളജിക്കലായിട്ടുള്ള ഡീഗ്രഡേഷൻ മെത്തേഡ്സ് ആണ്. അതായത് മണ്ണിലും ജലത്തിലും ഒക്കെയുള്ള പല ബാക്ടീരിയകളെ യൂസ് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ എപ്രകാരം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വേറിട്ട് മറ്റൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ലാർജ് സ്കെയിലായിട്ട് നമുക്ക് ഈ ഒരു ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ മൂവ് ചെയ്താൽ ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപകാരപ്രദമാകും എന്നുള്ളൊരു പ്രത്യാശയാണ് ഇതിലേക്ക് എന്നെ നയിച്ചത്. ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഗൗതം ഇൻ്റർനാഷണൽ സ്കൂളിൽ ജനുവരി 19 മുതൽ 23 തീയതി വരെ നടന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ എൻ്റെ ഈ ഒരു ചെറിയ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും അതിൽ ഞാൻ മുന്നോട്ട് വെച്ച ആശയം അംഗീകരിച്ച് അവരെനിക്കൊരു ചെറിയ അവാർഡൊക്കെ നൽകുകയും ചെയ്തു. ഈ ഒരു റോബോട്ടിക് ഫിഷ് എന്നുള്ളത് വഴിയായിട്ട് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് പല മെഷ് സൈസുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മൈക്രോ പ്ലാസ്റ്റിക്സിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അതിന് മുമ്പ് ഒരു സെൻസറുണ്ട്, പ്ലാസ്റ്റിക്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സെൻസറുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഫിൽറ്റർ ചെയ്ത് അതിനെ നമുക്ക് അതിൻ്റെ ബോഡിയിൽ തന്നെ വെച്ച് ഡീഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഔട്ട് സൈഡ് കൊണ്ടുവന്നതിന് ശേഷം ഡീഗ്രേഡ് ചെയ്ത് കളയാം. മൈക്രോ പ്ലാസ്റ്റിക്സ് ആണല്ലോ, അപ്പം അതിൻ്റെ ആ ഒരു രീതിയിലാണ് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. എന്നെക്കൊണ്ട് തനിയെ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് അല്ല. അതിന് IIT-കളുടെയും അതുപോലെ തന്നെ എൻജിനീയറിങ്, റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ് വിവിധ മേഖലകളിലുള്ള വിദഗ്ധരുടെയും ഒക്കെ ഒരു കൊളാബിൽ മാത്രമേ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് മാറുകയുള്ളൂ. പക്ഷേ ഇത് പൊതുസമൂഹവും നമ്മുടെ രാജ്യവും ഇത് ഏറ്റെടുക്കണം. മറ്റു വിദേശ രാജ്യങ്ങളിലും ഒക്കെയും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തന്നെയാണ്. ഒരു പ്രോട്ടോടൈപ്പായിട്ട് അവിടെയും ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിലും. അപ്പം ഈ ഒരു കാര്യത്തെ നമ്മുടെ സമൂഹം ഏറ്റെടുത്ത് ഇതിനെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ഒരു നല്ലൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വിശ്വാസം.